അസ്സലാമലൈക്കും. എല്ലാവർക്കും നിറ്റൂസ് ആപ്സ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിദ്യാർത്ഥികൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാഠപുസ്തകത്തിൻ്റെ എല്ലാ പേജും സ്കാൻ ചെയ്ത് അതൊരു PDF ഫയലായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസായിട്ടോ നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനിപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് വി ഫ്ലാറ്റ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. വി ഫ്ലാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ആണ് ആപ്ലിക്കേഷൻ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. ഇത് എങ്ങനെ നോക്കാം. അത് നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. അത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന ഈ പച്ച ബട്ടൺ ഇത് പ്രസ് ചെയ്യും. നമുക്ക് ഏതാണ് സ്കാൻ ചെയ്യേണ്ടത് അതെടുക്കുക. ഇതാണ് സ്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെടുത്ത് ഫോട്ടോ എടുക്കുക. നല്ല ഫോക്കസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് കൊടുക്കുക. പുസ്തകത്തിൻ്റെ വളവൊന്നും പ്രശ്നമാക്കണ്ട, അതൊക്കെ ഇതിൽ കറക്റ്റ് ചെയ്യും. കർവ് കറക്ഷൻ. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഇമേജ്. ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് കർവ് കറക്ഷൻ, അതായത് അതിൻ്റെ പുസ്തകത്തിൻ്റെ വളവും ചുളിവൊക്കെ അത് കറക്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കളറ് നല്ല ക്ലിയറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നല്ല ക്ലിയറായി. ഇനി നെക്സ്റ്റ് കൊടുക്കുക. നമ്മളെ വിരലിൻ്റെ ഫോട്ടോ നമ്മൾ പിടിക്കുന്ന സമയത്ത് വിരലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിരലിൻ്റെ ഒക്കെ പാട് പോകാൻ വേണ്ടിയിട്ട് ഫിംഗർ റിമൂവൽ അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ആ ഫിംഗർ റിമൂവൽ. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കും. അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടോ, ഒരുപാട് വ്യത്യാസമല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ എങ്ങനെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച ഒരു ഫോട്ടോ എടുക്കുക. ഇനി നമുക്കത് PDF ഫയലായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലത് റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ ബട്ടണ് അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോസൊക്കെ ഇവിടെ വരും. അതിനുശേഷം നമ്മൾ വേണ്ട ഫോട്ടോസൊക്കെ ടിക്ക് ചെയ്യുക. ഏതാ വേണ്ട വെച്ചാൽ ഒക്കെ ടിക്ക് ഇടുക. അതിനുശേഷം അടിയിലത് PDF എക്സ്പോർട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഡൺ അത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ PDF, അടിയിൽ ഓപ്പൺ PDF. അതൊക്കെ PDF ഫയലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ സ്റ്റെപ്പുകൾ. ഇനി അതൊരു ഇമേജായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ടു ഗാലറി, ഗാലറിയിലേക്ക് നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസിൽ അതിലത്തെ ടെക്സ്റ്റുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിലതാ ഒരു T നട്ടിട്ട് ഒരു റൗണ്ടിലൊരു ബട്ടൺ കാണുന്നു, ആ ഐക്കൺ പ്രസ് ചെയ്യാം. റെക്കഗ്നൈസ് കൊടുക്കുക.
റെക്കഗ്നൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഓരോ ലെറ്ററും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.